ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ്. എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ടൈം 1:20 ഗൈസ്. രാവിലെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ പുതിയ വീഡിയോ വരുന്നതാണ് ഗൈസ്. എൻ്റെ ഒരു ഓൾഡ് ബാഗ് ഉണ്ട്. അപ്പോൾ അത് കുറേ നാളായിട്ട് പൊടി പിടിച്ചിരിക്കുകയാണ്. അതിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് പൊളിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണ്ട. അതുകൊണ്ട് ഒരു ആവശ്യമുണ്ട്. നമ്മുടെ പഴയ ബാഗ് കുറെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇതിൽ എന്തുകൊണ്ട് നമുക്ക് നോക്കാം ഗൈസ്. തുറക്കണേ, തുറന്ന് വാ ബാഗ്. ആക്ച്വലി ഇതിൽ കുറെ ക്യാനുകളാണ്. നമ്മൾ ചലഞ്ചിനൊക്കെ പണ്ട് എടുത്തു വെച്ചിരുന്ന കുറെ ക്യാൻസ് ആണ്. അപ്പം ഇന്ന് ക്യാന് വെച്ച് കുറെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് 2 ക്യാന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 അല്ല, നമുക്ക് 2 ക്യാന് വേണം. 1 ആ 2 2 3 ക്യാൻ. അടുക്കി വെക്കരുത്. 3 ക്യാൻ. 3 ക്യാനും പിന്നെ ഇതുപോലെ ഒരു കപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ബാഗ് അടച്ചു വെക്കാം. ബാഗ് അടഞ്ഞു. ഇതിന്റെ സൈഡിൽ ഒരാൾ കിടന്ന് കളിക്കുന്നു. ഭാർഗവി. ഇത് പണ്ട് ചലഞ്ച് ചെയ്തപ്പോൾ മിസ്റ്ററി ബോക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത കവറാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചലഞ്ച് ചെയ്യാൻ പോയത്. ആക്ച്വലി ഇവിടെ കുറച്ച് ക്യാൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഒരു കപ്പ് എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഈ ഒരു പ്ലേറ്റും ഉണ്ട്. അപ്പൊ ഇനി ഉണ്ണിക്കുട്ടൻ ഫ്രണ്ടിയാ. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ മഹേന്ദ്ര ബാഹുബലി. നിന്റെ തലയിൽ ഈ ഒരു കപ്പും വയ്ക്കും, കണ്ട. ഈ ഒരു പ്ലേറ്റും തരും ഞാൻ. എടാ, ഇത് വീഴാൻ പാടില്ല പൊട്ടാ. ഇവന്റെ കാര്യം. ഈ കപ്പ് ഇതാ ഇവിടെ ഇരിക്കും, കണ്ടില്ലേ. ഈ പ്ലേറ്റ് ഇവിടെ നിൽക്കും. ഈ പ്ലേറ്റ് എടുത്തിട്ട് നേരെ തിരി എറിഞ്ഞു കൊള്ളു പോയി. പക്ഷെ ഇത്ര അടുത്ത് നിന്നല്ലേ എറിയാൻ. ഇത്ര അടുത്ത് നിന്നല്ലേ എറിയേണ്ടത്. ലെങ്ത് ഉണ്ട്. അത് എവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് അറിയണം. ഇവിടെ നിന്ന് അറിയണം കേട്ടോ. പേടിയുണ്ടോ? നീ ആരെ പേടിക്കും? ഇവിടെ നിന്ന് ആ സ്റ്റൂളിൽ എറിഞ്ഞു കൊള്ളു വീണം. സ്റ്റൂളിൽ അവിടെ ക്യാൻ ഇരിപ്പുണ്ട്. ഇനി എറിയാൻ തരട്ടാ. എറിയോ? തഞ്ചാവൂർ പാവ. തലകെട്ടറ ഇനി. തലകെട്ട്. അയ്യോ, ഇത് പോവല്ലേ. ഇത് തലേന്ന് പോവില്ലേ. തലയിലിരിക്കണം. ഓക്കെ, തുടങ്ങാം. റെഡി. ഫസ്റ്റ് ആരെറിഞ്ഞ് വിളിക്കുന്നു അവരെയാണ് ഫസ്റ്റ് വിന്നർ ആവാൻ പോകുന്നത്. നമ്മളിപ്പോ 3 പേരാണ് മത്സരം. ഞാൻ ഉണ്ട്, നമ്മുടെ മാസ്റ്റർ പീസ് ഉണ്ണിക്കുട്ടുണ്ട്, ഇനി ഒരാളുടെ ഉണ്ട്, നമ്മുടെ ആദിൽ കൃഷ്ണ. റെഡി ഗായ്സ്. അപ്പൊ ഒരു പേഴ്സണ് ഒരു ചാൻസ്. അങ്ങനെ 3 പേര് റൗണ്ട് അപ്പ് ചെയ്ത് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഫസ്റ്റ് ആരെറിഞ്ഞ് കൊള്ളിപ്പിക്കുന്നു അവരാണ് വിന്നർ ആവാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് അപ്പൊ എറിയാൻ പോകുന്ന ആദിലാണ്. കമോൺ, ഫസ്റ്റ് ചാൻസ് എറിഞ്ഞോ. ഇവിടെ കിടക്കാണ് ഗൈസ്. ഉണ്ണിക്കുട്ടൻ എടുത്തോ. കപ്പില്ലാതെ എറിയാൻ പോയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ വാഴപ്പണ എറിഞ്ഞിരിക്കുന്നു. വേലിയും കടന്ന് കിടക്കണ് ഗൈസ്. ജസ്റ്റ് മിസ്സിനാണ് കേട്ടോ എന്റെ തല കൊള്ളാൻ. എടാ, എറിഞ്ഞാല് ഏറ്റവും ദൂരം പോയത് എന്റെ കയ്യിലടാ. കൊണ്ടില്ല ഗൈസ്. അടുത്ത ചാൻസ്. ഉണ്ണിക്കുട്ടൻ കമോൺ. കൊണ്ടില്ലടാ. സ്പീഡപ്പ്. ഉണ്ണിക്കുട്ടൻ ഇന്ന് എറിഞ്ഞിടുമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ദൈവമേ, പോണാണ്ട. എറിഞ്ഞിടോടാ. ഇന്നെങ്ങാനും ഞെത്തു മാനസ്. ജസ്റ്റ് മിസ്. ആലംബനാ. അപ്പുറത്തെ പറമ്പില്ല റബ്ബറിനെറിഞ്ഞ ഉണ്ണിക്കുട്ടനാണ് മാസ്. വരവൊക്കെ കണ്ട. ഇനി ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ ഗൈസ്. യവന്മാരെ കൊണ്ട് നടക്കുന്നു തോന്നുന്നില്ല. അപ്പൊ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്ന? ഉണ്ണിക്കുട്ടനെ ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഉണ്ണിക്കുട്ട കലിപ്പായിക്കണം തോറ്റോണ്ട് അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടാ? ഹാപ്പി ആയോ? അതെന്താടാ ഒരു വിഷമം? തോറ്റേന്റെ വിഷമമാണ്. അപ്പൊ ബൈ. പതിവ് പോലെ തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഈ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലത്തെ ആ ഒരു ഡേയിൽ നമ്മുടെ ഗെയിം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഗൈസ്. അത് ഒത്തിരി എന്റർടൈനിങ് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ടോ? എങ്കിൽ എസ് എന്ന് കമന്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെല്ലൈക്കണം. അപ്പൊ ഇന്നത്തേക്ക് ഈ വ്ളോഗ് ഇവിടെ അവന്റെ ചെയ്യാം അല്ലേ? സംഭവിച്ചു കഴിഞ്ഞതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ അല്ലേ? ബൈ. Now it's finally time to see how this rivalry becomes a dynasty.